Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക് റിഡംഷൻ ബൈ കൺവേർഷൻ. വേറൊരു മെത്തേഡാണ് ഡിബഞ്ചർ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. എന്താണ് ഈ കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഡിബഞ്ചേഴ്സിനെ നമുക്കൊരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പുതിയ ഡിബഞ്ചേഴ്സായിട്ടോ ഷെയർ ആയിട്ടോ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെയാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ റെഡീം ചെയ്യാനുള്ള ടൈമിൻ്റെ ഉള്ളിൽ അവർ പറയുന്ന ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് പുതിയ തരത്തിലുള്ള ഡിബഞ്ചർ ആക്കാനോ അല്ലെങ്കിൽ അത് ഷെയർ ആക്കിയിട്ടോ നമുക്കത് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ എ കമ്പനി ഗിവ്സ് എൻ ഓപ്ഷൻ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. അതായത് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ എ സർട്ടൺ പീരീഡ് ദേ ക്യാൻ കൺവേർട്ട്. ഒരു നിശ്ചിത സമയപരിധി കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ 5 വർഷം ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഷെയറോ പുതിയ ഡിബഞ്ചറോ ആക്കി മാറ്റാനുള്ള ഒരു അവസരം ഇഷ്യൂ ചെയ്യുന്ന സമയത്തെ കൊടുക്കുന്നുണ്ട്. Redemption by conversion of debentures can be made either at par or at premium but not a discount. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇങ്ങനെ ഡിബഞ്ചർ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് പാറിനായിരിക്കണം അല്ലെങ്കിൽ പ്രീമിയത്തിനായിരിക്കും, ഒരിക്കലും ഡിസ്കൗണ്ടിനാവരുത് എന്നാണ് പറയുന്നത്. However, the new debentures may issued either at par or at premium or at a discount. എന്നാൽ പുതിയ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പാറിനോ പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ ആവാം. ന്യൂ ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ ഓർ പ്രീമിയം ബട്ട് നോട്ട് ഡിസ്കൗണ്ട്. പുതിയ ഷെയർസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലീഗൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്? ഒന്ന്, കമ്പനീസ് ആക്ട് പ്രകാരം നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഒരിക്കലും കൺവേർട്ട് ചെയ്തുകൊണ്ട് റെഡീം ചെയ്യാൻ പറ്റില്ല. അതായത് കൺവേർഷൻ അനുവദിക്കുന്ന തരത്തിലുള്ള ഡിബഞ്ചറിന് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നോൺ കൺവേർട്ടബിൾ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് സാധ്യമല്ല. അതേപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ഒരിക്കലും ക്യാഷ് ആയിട്ടല്ല. ദർ ഈസ് നോ നീഡ് ടു ക്രിയേറ്റ് എ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഫോർ ദിസ് ടൈപ്പ് ഓഫ് കൺവേർഷൻ. ഈ ഒരു ടൈപ്പിലുള്ള കൺവേർഷനാണ് നമ്മൾ ചെയ്യണമെങ്കിൽ അവിടെ DRR അക്കൗണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് നെസറി ടു ഇൻവെസ്റ്റ് 5% ഓൺ ദ നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റെഡീംഡ്. അതേപോലെ തന്നെ 5% അതിൻ്റെ ഒരു ആവശ്യം അത് നമുക്കങ്ങനെ മാറ്റി വയ്ക്കേണ്ടില്ല. നോമിനൽ വാല്യൂവിൻ്റെ 5% റെഡീം ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ നിർബന്ധമല്ല എന്നാണ് പറയുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവർക്ക് ഏത് ടൈപ്പ് റിഡംഷൻ വേണമെന്നുള്ളത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു കൺവേർഷൻ സമയത്ത് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടും ബിഫോർ ദ റിഡംഷൻ ഡേറ്റ്, എന്നാണോ റിഡംഷൻ ഡേറ്റ് അതിന് മുന്നേ തന്നെ ഇത് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുകയും അതേപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഹു ആർ നോട്ട് വില്ലിംഗ് ഫോർ കൺവേർഷൻ ആർ പെയ്ഡ് ഇൻ ക്യാഷ്. കൺവേർട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ക്യാഷ് അവിടെ പേ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഗുണം? ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്? ഒന്ന് കമ്പനിക്കും, ഒന്ന് ഡിബഞ്ചർ ഹോൾഡേഴ്സിനും. കമ്പനിയെ സംബന്ധിച്ചോളം എന്താണ്, ഒരു ഫിനാൻഷ്യൽ സോഴ്സ് ആവശ്യമില്ല. ഇത്തരത്തിൽ റെഡീം ചെയ്യുമ്പോൾ കയ്യിലുള്ള ഡിബഞ്ചർ മാറ്റിയിട്ട് പുതിയ ഡിബഞ്ചറോ ഷെയറോ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരിക്കലും അവിടെ ഫിനാൻഷ്യൽ സോഴ്സ് ആവശ്യം വരുന്നില്ല. വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനീനെ ഒരിക്കലും മോശമായിട്ട് ബാധിക്കുന്നുമില്ല. പിന്നെ DRR അക്കൗണ്ട് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല, ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമില്ല. ഇങ്ങനെ 4 ഗുണങ്ങളാണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് കമ്പനിക്ക് കിട്ടുന്നത്. അതേസമയം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഷെയറൊക്കെയാണ് അവർ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് അവിടെ കിട്ടുന്നു. ഇനി കൺവേർഷൻ എന്ന് പറയുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ്, അല്ലാണ്ട് ആരും അത് നിർബന്ധപൂർവ്വം ചെയ്യുന്നൊരു കാര്യമല്ല. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഈ ഒരു ടൈപ്പ് ഓഫ് റിഡംഷൻ ആക്സെപ്റ്റ് ചെയ്യാം. അതായത് ഇനിയൊരു ഹയർ ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർക്ക് വേണമെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെയാണ് കൺവേർഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ജസ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെൻ ഡിബഞ്ചേഴ്സ് റെഡീംഡ് അറ്റ് പാർ ഓൺ മെച്യൂരിറ്റി ആൻഡ് ന്യൂ ഷെയർസ് ഡിബഞ്ചർ ആർ ഇഷ്യൂഡ് അറ്റ് പാർ. അതായത് നമ്മൾ റെഡീം ചെയ്യുന്നതും പാറിനാണ്, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, പുതിയ ഷെയറോ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യുന്നു പാറിനാണെങ്കിൽ ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എത്ര രൂപയാണെന്ന് വെച്ചാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അത് കൊടുത്തുകൊണ്ട് ക്ലോസ് ചെയ്യണത്, ഓൾഡ് ഷെയർ, ഓൾഡ് ഡിബഞ്ചർ. ഇനി രണ്ടാമത്തേൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ ഡിബഞ്ചർ. ആദ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആണോ രണ്ടാമത്തേൽ വരുന്നത്. കാരണം അവിടെ എന്താണ്, ഒന്നിലെ പുതിയ ഡിബഞ്ചറോ ഷെയറോ ആണ് അവർ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരേ എൻട്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു. ഒന്ന്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ടാമത് അവർ തിരിച്ച് അത് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഡിബഞ്ചറോ ഷെയറോ ആക്കി മാറ്റുന്ന എൻട്രിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിനും പുതിയ ഷെയർസ് പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയത്തിന് റെഡീം ചെയ്യുമ്പോൾ നോർമൽ എൻട്രി ഇൻ ദ ഡിബഞ്ചർ അക്കൗണ്ട് ഇട്ട് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഇട്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അത് പ്രീമിയം ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രിയാണ്. ഇനി അതിനുശേഷം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ എന്താ കൊടുക്കുന്നത്, ഷെയർസ് പാറിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇട്ട് ടു ഡിബഞ്ചേഴ്സ് ഓർ ഷെയർ ക്യാപിറ്റൽ, ഷെയറോ ഡിബഞ്ചറോ എന്താണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അത് മാത്രം, അങ്ങനെ 2 എൻട്രി ഇവിടെ പാസ് ചെയ്യുന്നുള്ളൂ. മൂന്നാമത്തെ ഒരു വിധം എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത് പാറിനും പുതിയ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണ്. അപ്പോൾ പാറിന് റെഡീം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ സെയിം എൻട്രി തന്നെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ആ എമൗണ്ട് എത്ര വെച്ചത് കാണിക്കാം. രണ്ടാമത് പുതിയത് ഇഷ്യൂ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലോ അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചറോ, പിന്നെ പ്രീമിയത്തിലാണെങ്കിൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്, ഒരു 2 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റൻ ആണിത്. ഇനി ഇതേപോലെ തന്നെ വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് അറ്റ് എ പ്രീമിയം അറ്റ് മെച്യൂരിറ്റി, റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിനും പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് രണ്ടും പ്രീമിയത്തിനാണെങ്കിൽ, അപ്പോൾ രണ്ടവിടെ എന്ത് വരും, പ്രീമിയമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകൾ വരുന്നുള്ളത് ആദ്യം ഓർക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച എൻട്രി എന്താണ്, ഡിബഞ്ചർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അത് ആസ് യൂഷ്വൽ അവിടെ വരുന്നുണ്ട്. പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ അപ്പോൾ പ്രീമിയം എമൗണ്ട് റിഡംഷൻ കൂടി ഡെബിറ്റ് ചെയ്ത് കാണിക്കാം. രണ്ടാമത് പുതിയ ടൈപ്പ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയത്തിനാണെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ഓൾഡ് എൻട്രി തന്നെ, അതേ എൻട്രി തന്നെ, പക്ഷേ അതിൻ്റെ ഒപ്പം സെക്യൂരിറ്റി പ്രീമിയം റിസർവും കൂടി അവിടെ കാണിക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ അതിൽ വരുന്ന അടുത്തൊരു മെത്തേഡ് പറയുമ്പോൾ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത് പാറിനും പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടിനുമാണ്. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് എറ്റർ ടു സെയിം എൻട്രി ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, പിന്നെ ഡിസ്കൗണ്ടിനാവുമ്പോൾ എന്ത് വരും, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ഡിബഞ്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അതിനിടയിൽ വരുന്ന എൻട്രി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് മാത്രം അവിടെ കാണിക്കുന്നു. ഇനി ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് അടുത്തൊരു മെത്തേഡ്, വെൻ ഡിബഞ്ചേഴ്സ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആർ റെഡീംഡ് ബൈ കൺവേർഷൻ, ഡിബഞ്ചേഴ്സ് മേ ബി റെഡീംഡ് ഐദർ ബിഫോർ മെച്യൂരിറ്റി ഓർ അറ്റ് മെച്യൂരിറ്റി. ഒന്നില്ലെങ്കിൽ ഒരു ഡേറ്റ് തന്നു കഴിഞ്ഞാൽ ആ ഡേറ്റിന് മുന്നേ നമുക്ക് റെഡീം ചെയ്യുക, അല്ലെങ്കിൽ ആ ഡേറ്റിന് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ബിഫോർ മെച്യൂരിറ്റി. മെച്യൂരിറ്റി മുന്നേ ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ, when debentures originally issued at a discount converted redeemed before maturity, number of shares or debentures to be issued calculated on the basis of net proceeds. അതായത് നമ്മൾ ആ ഡേറ്റിന് മുന്നേ ആണ് ഇത് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര രൂപയുടെ ഡിബഞ്ചറാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നെറ്റ് പ്രൊസീഡ്സ് എത്തുന്നത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് തുല്യമായിട്ടുള്ള പുതിയ ഡിബഞ്ചറോ അല്ലെങ്കിൽ ഷെയറോ ആണ് അവർക്ക് കൊടുക്കുന്നുണ്ടാവുക. നെക്സ്റ്റ്, അപ്പോൾ അതിൻ്റെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രി ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, റെഡീം ചെയ്യുന്ന പാറിനും ബിഫോർ മെച്യൂരിറ്റി ആണ് ഷെയറായി കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ജസ്റ്റ് ജേർണൽ എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, അതായത് ഓൾഡ് ഡിബഞ്ചർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും ടു ഡിബഞ്ചർ ഹോൾഡേഴ്സും. അപ്പോൾ ഡിബഞ്ചർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് പെർമനൻ്റ് ആണ്. ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ടു ഡിസ്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഡിബഞ്ചറിൽ ഓൾഡ് അതിൻ്റെ നോമിനൽ വാല്യൂ കാണിക്കും, ഡിസ്കൗണ്ട് എത്രയാണോ ഇതുവരെ റൈറ്റ് ഓഫ് ചെയ്യാത്ത ആ ഡിസ്കൗണ്ട് അവിടെ കാണിക്കുക, റൈറ്റ് ഓഫ് ചെയ്ത ഡിസ്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കുക, നെറ്റ് എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിനും കാണിക്കുക. ഇനി ഷെയർസ്, ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അറ്റ് പാർ, ഷെയറോ ഡിബഞ്ചറോ പാറിന് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇട്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അത് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണല്ലോ. ഇനി അത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇട്ട് ടു ക്യാപിറ്റലോ അല്ലെങ്കിൽ ഡിബഞ്ചറോ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. അതിൽ കുറേ എൻട്രി സെയിം തന്നെയാണ്. നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉപയോഗിച്ചാൽ മാത്രം മതിയാവും. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് ഒറിജിനലി ഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ട് ആൻഡ് കൺവേർട്ടഡ് ടു ഷെയർ ഓർ ഡിബഞ്ചർ ബിഫോർ മെച്യൂരിറ്റി ആണെങ്കിൽ ഒറിജിനൽ പീരീഡ് ആൻഡ് ആക്ച്വൽ പീരീഡ് ഓഫ് റിഡംഷൻ ആർ നോൺ. നമുക്കറിയാലോ കൃത്യം എന്നാണോ ഡേറ്റ്, അതിന് എത്ര ദിവസം മുന്നേ അവർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഷുഡ് ബി സ്പ്ലിറ്റ് ഇൻ ടു 2. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിസ്കൗണ്ട് നോട്ട് റിട്ടേൺ ഓഫ് ഉണ്ടാവും, ഡിസ്കൗണ്ട് ഓൾറെഡി റിട്ടേൺ ഓഫ് ഉണ്ടാവും. ഡിസ്കൗണ്ട് നോട്ട് യെറ്റ് റിട്ടേൺ ഓഫ് എന്നുള്ളതിനാണ് നമ്മൾ എന്ത് കൊടുത്തത്, ഈ ഒരു അതുവരെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാതെ ഡിസ്കൗണ്ടിങ് ആണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂവിൽ കാണിക്കാം. എത്ര റൈറ്റ് ഓഫ് ചെയ്യുന്നത് വെച്ചാൽ അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒറിജിനൽ പീരീഡ് ആൻഡ് ആക്ച്വൽ പീരീഡ് ഓഫ് റിഡംഷൻ ആർ നോട്ട് നോൺ. രണ്ടും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഡിസ്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ ദർ ഈസ് നോ പ്രൊവിഷൻ ഇൻ ദ കമ്പനീസ് ആക്ട് ഫോർ കൺവേർഷൻ ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് ഡിസ്കൗണ്ട്. ഒറിജിനലി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടിനും
റെഡീം ചെയ്യുന്ന ഡിസ്കൗണ്ടിനും ആണെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ കമ്പനീസ് ആക്ടിൽ പറയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള കൺവേർഷൻ കൊണ്ട്, അതായത് എങ്ങനെയൊക്കെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രീമിയത്തിന് റെഡീം ചെയ്യുക, തിരിച്ച് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിന്, അത് പാറിന് റെഡീം ചെയ്യുക പ്രീമിയത്തിന് ചെയ്തിട്ട് പിന്നെ നമ്മൾ പാറിന് ചെയ്യുക, അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് പറയുമ്പോഴും നമുക്ക് 2 എൻട്രി പാസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ആദ്യത്തെ കാര്യം എന്താണോ അതുമായി ബന്ധപ്പെട്ടതും, രണ്ടാമത്തെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും, അങ്ങനെ 2 എൻട്രി മാത്രമാണ് ഇതിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അതിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? കൺവേർഷൻ ഒന്ന് ബിഫോർ മെച്യൂരിറ്റി ആണല്ലോ. ഇനിയുള്ളത് ഓൺ ഡേറ്റ്, എന്നാണോ മെച്യൂരിറ്റി ആ ദിവസമാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ, ഇഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആർ കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓൺ മെച്യൂരിറ്റി ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫേസ് വാല്യൂ. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ എന്താണോ, നോമിനൽ വാല്യൂ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് റിഡീം ചെയ്യുന്നുണ്ടാവുക. അല്ലാണ്ട് ഒരിക്കലും അതിൻ്റെ നെറ്റ് പ്രൊസീഡ്സിനെ ബേസ് ചെയ്തിട്ടല്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനത്തെ കേസ് വരുമ്പോൾ കമ്പനീസ് ആക്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നത്, നോട്ട് വയലേറ്റഡ്, അത് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഓൾറെഡി എന്താണ് റൈറ്റ് ഓഫ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് മെച്യൂരിറ്റി എന്നാണോ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി അന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസം കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂലാണ്, ഒരിക്കലും നെറ്റ് പ്രൊസീഡ്സ് കൺസിഡർ ചെയ്യേണ്ടതില്ല. കാരണം അത് കൊടുക്കുമ്പോഴോ വാങ്ങുമ്പോഴോ അതിന് നഷ്ടമോ ലാഭമോ ഒക്കെ സംഭവിക്കാം. അതിൻ്റെ ബേസിലല്ല, ആക്ച്വൽ വാല്യൂവിൻ്റെ ബേസിലാണ് നമ്മളത് ഓൺ ഡേറ്റ്, സെയിം ഡേറ്റ് ആണെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡിബഞ്ചേഴ്സിൻ്റെ ഒരു കൺവേർഷൻ മാത്രമാണ്. നമുക്കത് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനി കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു നിശ്ചിത സമയപരിധി കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അതിനെ പുതിയ ഡിബഞ്ചറോ അതല്ലെങ്കിൽ പുതിയ ക്ലാസ് ഷെയറോ ഒക്കെ മാറ്റാൻ പറ്റും. അപ്പം നമുക്ക് കുറേ ടൈപ്പ് ഇവിടെ പറഞ്ഞു, അതായത് എങ്ങനെ ഇഷ്യൂ ചെയ്താണ് എങ്ങനെ റിഡീം ചെയ്യുന്നതാണെന്നുള്ള 2 കേസ്. അപ്പോൾ 2 എൻട്രി അതിൻ്റെ ബേസിൽ, മറ്റേ കോമൺ ആയിട്ട് വരുന്ന എൻട്രി തന്നെയാണ് എല്ലാറ്റിലും. ജസ്റ്റ് പ്രീമിയം, ഡിസ്കൗണ്ട്, പാറ് അങ്ങനെ പറയുമ്പോൾ വരുന്ന ചെറിയ മാറ്റങ്ങൾ, ചിലത് ഡെബിറ്റിൽ വരും, ചിലത് ക്രെഡിറ്റിന് വരും, പ്രീമിയം ആകുമ്പോൾ റിസർവ് ക്രീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് മാത്രം നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു യുക്തി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡിബഞ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.